ഐസൺ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിർണായക തീരുമാനം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് സേനാ വിന്യാസത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1500 സൈനികരെ മേഖലയിൽ വിന്യസിക്കും. അനധികൃത കുടിയേറ്റം തടയാനാണ് നീക്കമുണ്ടാകുന്നത്. ഒരുപക്ഷെ ഐസൺ നേരത്തെ തന്നെ ഈ ഒരു പ്രസിഡന്റ് പദവിയിൽ എത്തും മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് ട്രംപ്. പല വേദികളിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അനധികൃത കുടിയേറ്റം തടയാൻ പരമാവധി നടപടികൾ സ്വീകരിക്കും. അതിന് മുന്നോടിയായുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറെ നിർണായകമായൊരു തീരുമാനം തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്നത്? തീർച്ചയായും വിഷ്ണു, ഏറ്റവും നിർണായകമായൊരു തീരുമാനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഈ അതിർത്തിയിൽ, മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു നീക്കം സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൊന്നായി പുറത്തു വന്നിരുന്നു. അദ്ദേഹം അത് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള പ്രഭാഷണത്തിൽ കൃത്യമായി പറയുകയും ചെയ്തു. പ്രഭാഷണത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇക്കാര്യം അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വികാസം കൂടി ഇന്നലെ കൂടി ഉണ്ടായത്, അതായത് ഈ മെക്സിക്കൻ അതിർത്തിയിലൂടെയുള്ള അതിർത്തിയിലൂടെ അമേരിക്കയിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ 25% നികുതി ഫെബ്രുവരി മാസം മുതൽ ചുമത്താനുള്ളൊരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും 22-23 തീയതിയായിരിക്കുന്നു ഇപ്പോൾ. ഇനി ഈ കുറച്ച് ഉള്ള കാലഘട്ടത്തിനുള്ളിൽ വൻതോതിൽ ഡ്രഗ്സും അതുപോലുള്ള മറ്റ് അനധികൃത ഉൽപ്പന്നങ്ങളുടെ കടത്തുമെല്ലാം തന്നെ ഉണ്ടാകാനും അനധികൃത കുടിയേറ്റം ഉണ്ടാകാനുമുള്ള സാധ്യത ഈ ഒരു കർശന നടപടി ഫെബ്രുവരിയിൽ ഉണ്ടാകുന്നതോടെ ഉരുത്തിരിഞ്ഞ് വരുമെന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നതിനാണ് അടിയന്തരമായൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 1500ഓളം സൈനികരെ കൃത്യമായി ആ മേഖലയിൽ വിന്യസിക്കുകയും അനധികൃത കുടിയേറ്റവും അനധികൃത മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിയന്ത്രണവും അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു തരത്തിലുമുള്ള കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ ആ വഴിയുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ളൊരു നീക്കവും നടത്താനുള്ളൊരു നിലപാട് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അനധികൃത കുടിയേറ്റം പൂർണ്ണമായും തടയുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് ട്രംപ് ഇതുവഴി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ശരി.